ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റുന്ന ഒരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ദാൽ പാലക്. അപ്പോൾ ഇലക്കറികളുടെ രാജാവെന്നാണ് പാലക്കിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പാലക്ക് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികളൊക്കെ ഉറപ്പായിട്ട് നമ്മുടെ ദാൽ പാലക്ക് കഴിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ദാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തൂർദാൽ അഥവാ തുവരൻ പരിപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു 10-15 മിനിറ്റ് ഒന്നങ്ങ് സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയ ശേഷം വേണം സോക്ക് ചെയ്യാൻ. ഇനി ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ. പരിപ്പ് നന്നായിട്ട് കുക്കാവണേ. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇത് തട്ക ചെയ്യുന്നു എന്നാണ് പറയാറ് കേട്ടോ. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നെയ്യിൽ തട്ക ചെയ്തെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ ഇത് നെയ്യ് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം. അപ്പോൾ ജീരകം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചത്, ഒരു 8 മുതൽ 10 വരെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കൂടി മുറിച്ചത്, ഇതെല്ലാം കൂടി ചേർത്തൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു തക്കാളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പാലക് ചീര മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 150 മുതൽ 200 ഗ്രാം വരെ ഉണ്ടാകും കേട്ടോ. ഇനി നമുക്ക് ചീര ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചീര നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ദാലായതുകൊണ്ട് തന്നെ തണുക്കും തോറും ഒന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇത്രയും മതി. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ഈസി ആൻഡ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ദാൽ പാലക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.